राधा माधव जय कुंज विहारी जय गोपी जनवल्लभ जय गिरिवरधारी जय गोपी जनवल्लभ जय गिरिवरधारी जय राधा माधव जय कुंज विहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमम्। ओ ओके। नारायणं नमस्कृत्य चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु बुद्धेषु नित्यं भागवत सेवया भगवतेरुत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय श्रीगोविन्दाय नमो नमः। जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ കോടി കോടി പ്രണാമം. ശ്രീമദ് ഭാഗവതത്തിലെ മൂന്നാമത്തെ സ്കന്ധത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകം നോക്കാം. 3, 9, 6. താവദ്ഭയം ദ്രവിണദേഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലസ്ഥലോഭാ താവന്മമേദി അസദവർഗ ആർത്തിമൂലം यावन्नतेऽङ्घ्रीम् अभयम् पवर्णीतलोकः तावद्भयम् द्रविणदेह सुहृन्निमित्तम् शोकस्पृहा परिभवो विपुलश्च लोभः तावन्ममेदि रसदवर्ग आर्तिमूलम् यावन्नतेऽङ्घ्रीम् अभयम् प्रवर्णीतलोकः तावद्भयं द्रविणदेह सुहृन्निमित्तम् शोकस्पृहा परिभवो विपुलश्च लोभः तावन्ममेदि असदवर्ग आर्तिमूलम् असद् अवग्रह आर्तिमूलम् यावन्नतेऽङ्घ्रीम् अभयं प्रवर्णीतलोकः तावद्भयं द्रविणदेह सुहृन्निमित्तम् शोकस्पृहः परिभवो विपुलश्च लोभः तावन्ममेदि असदवर्ग्रह आर्तिमूलम् यावन्नतेऽङ्घ्रीमभयं प्रवर्णीतलोकः. हरे कृष्णा. चൊല്ലിക്കോളൂ. हरे कृष्ण. हरे कृष्ण प्रभु. हरे कृष्ण. हरे कृष्ण. नमो भगवते वासुदेवाय. तावद्भयं द्रविणगेह सुहृन्निमित्तम् शोकस्पृहा परिभवो विपुलश्च लोभाः तावन्ममेत्य असदवग्रह आर्तिमूलम् यावन्नतेऽङ्घ्रिमभयं प्रवृणीतलोकाः. हरे कृष्ण.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് ഭയം ദ്രവിണഖേക സുഹൃന്നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലച്ചലോഭഃ താവന്മമേദ്യ സദവഗ്രഹ ആർത്തിമൂലം യാവന്ന തേ അഭയം പ്രവീണദാലോഹഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രഭു പേജ് നമ്പർ എത്ര പ്രഭു? ഹരേ കൃഷ്ണ. മാതാജി പേജ് നമ്പർ എനിക്ക് ഇതിൽ അറിയില്ല. എന്റെ കയ്യില് മാതാജി ഇംഗ്ലീഷ് ഭാഗവതമാണ്. 441 441. ഹരേ കൃഷ്ണ പ്രഭുജി, വായിച്ചോട്ടെ. വായിച്ചോളൂ, വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് ഭയം ദ്രവണഗേഹ സുഹൃനിമിത്തം ശോകസ്പൃഹാ പരിഭവോ വിപുലശലോഭഃ താവന്മമേത്യ സദവഗ്രഹ ആർത്തിമൂലം യാവന്ന തേംഗ്രിമഭയം പ്രവൃണീതലോകഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് സ്വയം ദ്രവിണദേഹ സുഹൃനിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലച്ഛലോഭ താവന്മമേത്യ സദവഗ്രഹ ആർത്തിമൂലം യാവന്നതേം കൃമ സ്വയം പ്രവീണീത ലോക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കുറെ കാലായല്ലോ ക്രൂരമേനെ കേട്ടിട്ട്. ഞാനിവിടെ ഉണ്ട്. ഉണ്ടല്ലേ? ശരി ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത് ഭയം ശ്രവിണഗേഹസ്പൃഗ്യനിമിത്തം ശോകസ്പൃഗാ പരിഭവാ വിപുലച്ചലോഭാ താവന്മേത്യാ സദവഗ്രഹ ആർത്തിമുഖം യാവന്നതേ ഗൃമഭയം പ്രവീണീതലോകാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഇപ്പൊ മാതാജി വാച എന്ന് പറയേണ്ടി വരുന്നോ? ഹരേ കൃഷ്ണ. ഇപ്പൊ ഇത് മാതാജി വാച എന്ന് പറയേണ്ടി വരും. ഒരുപാട് തെറ്റുകൾ അതിൽ വന്നു. ഇപ്പോ നമ്മള് ഭഗവാൻ വാച, അർജുന വാച എന്നൊക്കെ പറഞ്ഞില്ല. അല്ലെങ്കിൽ മാതാജി വാച എന്ന് പറയാൻ നമുക്ക് കുഴപ്പമില്ല. കുറച്ചുകൂടി നോക്കിയിട്ട് വായിച്ചാൽ മതിയല്ലോ. താവത് ഭയം ദ്രവിണദേഹ സുഹൃൻ നിമിത്തം ശോക സ്പൃഹ പരിഭവോ വിപുലലോഭ താവന്മമേദി അസദവർഗ്രഹ ആർത്തിമൂലം യാവന്നതേ അഭയം സവനീതലോകഃ. ആ തെറ്റുകളില്ലാതെ ഒരുമിച്ച് വായിച്ചോളൂ. പ്രഭു പ്രഭു ആ മാതാജിക്ക് ഞാനിപ്പോ പുസ്തകത്തിൽ ഇട്ടുകൊടുത്തതാ. പുസ്തകത്തിൽ നോക്കിയല്ല പ്രഭു, വായിച്ചത്. എന്റെ കയ്യിൽ ബുക്കില്ലായിരുന്നു പ്രഭു. ഞാനിപ്പോ അങ്ങോട്ട് ഇട്ടുകൊടുത്തതാ പുസ്തകത്തിലെ ഫോട്ടോ. ഓഹോ അപ്പൊ ഒന്നുകൂടി വായിച്ചോളൂ മാതാജി. ഒന്നുകൂടി വായിച്ചോളൂ. ബുക്കില്ലായിരുന്നു പ്രഭു. കുഴപ്പമില്ല. ഒന്നുകൂടി വായിച്ചോളൂ. അപ്പൊ ശരിയാവും. ഒന്നുകൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. താവത് ഭയം ദ്രവിണഗേഹസ്ലുഹനിമിത്തം പ്രഭു ഇത് കാണാൻ പറ്റുന്നില്ല. ശോകസ്പൃഹ പരിഭവോ വിപുലച്ച ലോഭ വെരി ഗുഡ്. താവന്മമേത്യ സദവഗ്രഹ ആർത്തിമുഖം. ആർത്തിമൂലം. താവന്മമേദി അസദവഗ്രഹ ആർത്തിമൂലം. താവന്മമേത്യ സദവഗ്രഹ ആർത്തിമൂലം യാവന്നതേ കൃമഭയം പ്രവൃണീതലോകാ. വെരി ഗുഡ്. ബുക്കില്ലായിരുന്നു പ്രഭു. മാതാജി കൊണ്ട് ഞാൻ ഏൽപ്പിച്ചു. പക്ഷെ ഇത് കാണാൻ പറ്റണം പ്രഭു. ഹരേ കൃഷ്ണ.
മാതാജി ഞാൻ കറക്റ്റ് ചെയ്തതേ ഉള്ളൂ. അത് തെറ്റാവുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു തെറ്റുമില്ല. നമുക്ക് എല്ലാവർക്കും പ്രഭു ഞാൻ വീട്ടിലല്ല, അതുകൊണ്ടാണ് ബുക്കില്ലാത്തത്. ഹരേ ഓക്കെ കൃഷ്ണ. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല മാതാജി. ചില സമയം എല്ലാവർക്കും തെറ്റ് പറ്റുന്നതാണ്. തെറ്റില്ല, ഞാനത് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു മാതാജി, കറക്റ്റായിട്ട് വായിച്ചു. താങ്ക് യു. അടുത്തത് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ ഈ വേർഡ് ടു വേർഡ് മീനിങ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ച് ആ പർപ്പട്ട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താവൽ അപ്പോൾ വരെ, ഭയം പേടി, ദ്രവീണ ധനം, ദേഹ ശരീരം, സുഹൃത് ബന്ധുക്കൾ, നിമിത്തം കാരണത്താൽ, ശോക ദുഃഖം, സ്പൃഹ ആഗ്രഹം, പരിഭവ വ്യക്തിപരമായ വസ്തുവകകൾ, വിപുലഹ വളരെ വിലപ്പെട്ട, ച അതിനും പുറമെ, ലോഭ അത്യാർത്തി, താവത് ആ സമയം വരെ, മമ്മ എന്റെ, ഇതി അങ്ങനെ, അസത് നശ്വരമായ, അവഗ്രഹ അധീനതയിലാക്കുക, ആർത്തി മൂലം ആകാംക്ഷാപൂർണമായ, യാവത് കഴിയുന്ന അത്രയും കാലം, ന അരുത്, തേ അങ്ങയുടെ, ആംഘ്രി അഭയം സുരക്ഷിതമായ പാദകമലം, പ്രവീണിത അഭയം പ്രാപിക്കുക, ലോകത്തിലെ ജനങ്ങൾ, വിവർത്തനം വിലപ്രഭാത് ഖീജയ്. ഓ എന്റെ ഭഗവാനെ, ലോകത്തിലെ ജനങ്ങളെല്ലാം ഭൗതികമായ ആകാംക്ഷകളാൽ അമ്പരപ്പിലാണ്. അവരെല്ലായ്പ്പോഴും ഭയത്തിലാണ്. എപ്പോഴും തങ്ങളുടെ സമ്പത്ത്, ശരീരം, സുഹൃത്തുക്കൾ തുടങ്ങിയവ സംരക്ഷിക്കാൻ വ്യഗ്രതപ്പെടുന്ന അവർ ദുഃഖപൂർണരായിട്ടും ഞാനെന്നും എന്റേതെന്നുമുള്ള നശ്വര സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നീതീകരിക്കാനാവാത്ത ദുരാഗ്രഹങ്ങളോടെ വ്യക്തിപരമായ വസ്തുവകകൾ അധീനതയിലാക്കുന്നു എന്നിവരെ അങ്ങയുടെ സുരക്ഷിതമായ പാദപങ്കജങ്ങളുടെ അഭയം സ്വീകരിക്കുന്നില്ലയോ? അന്ന് വരെ അവർ അതേ ആകാംക്ഷയിലും ഭയത്തിലും ദുഃഖത്തിലുമായിരിക്കും. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കണം. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് ഖീജയ്. എല്ലായ്പ്പോഴും കുടുംബ വിചാരങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരുവനെ എങ്ങനെ ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിന്റെ നാമരൂപ കീർത്തി യോഗ്യതകളെ പറ്റിയും ചിന്തിക്കുവാൻ സാധിക്കുമെന്ന് ഒരുവൻ ചോദിച്ചേക്കാം. ഭൗതിക ലോകത്തിലെ ഓരോരുത്തരും എങ്ങനെ തന്റെ കുടുംബം പുലർത്താം, എങ്ങനെ തന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാം, എങ്ങനെ തന്റെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള ബന്ധം ചുവട് പിഴയ്ക്കാതെ നിലനിർത്താൻ തുടങ്ങിയ വിചാരങ്ങളിൽ മുഴുകി കഴിയുന്നവരായിരിക്കും. അയാൾ അങ്ങനെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുവാനുള്ള ശ്രമങ്ങളിലുമായിരിക്കും, സദാഭയത്തിലും ദുഃഖത്തിലുമായിരിക്കും. ഈ ചോദ്യത്തിനുള്ള ഉചിതമായ ഉത്തരമായി ഇവിടെ ബ്രഹ്മദേവൻ പറയുന്നത് സ്വീകരിക്കാവുന്നതാണ്. ഒരു പരിശുദ്ധ ഭക്തൻ ഒരിക്കലും താൻ തന്നെയാണ് തന്റെ ഭവനത്തിന്റെ ഉടമ എന്ന് വിചാരിക്കുകയില്ല. അയാൾ എല്ലാം ഭഗവാന്റെ പരമമായ നിയന്ത്രണത്തിന് അടിയറ വയ്ക്കും. അതുമൂലം അയാൾക്ക് കുടുംബം പുലർത്തുന്നതിനെ പറ്റിയോ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനെ പറ്റിയോ ഭയപ്പെടേണ്ടി വരുന്നില്ല. ഈ കീഴടങ്ങൾ നിമിത്തം അയാൾക്ക് സ്വത്തിനോട് ആകർഷണം ഉണ്ടാകില്ല. അഥവാ ഉണ്ടായാൽ തന്നെയും അത് ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടി ആയിരിക്കും. ഒരു പരിശുദ്ധ ഭക്തനും സാധാരണ ഒരുവനെ പോലെ ധനസമ്പാദനത്തിൽ ആകൃഷ്ടനായെന്നു വരാം. എന്നാൽ ഭക്തൻ ധനം സമ്പാദിക്കുന്നത് ഭഗവത് സേവനത്തിനു വേണ്ടിയും സാധാരണ മനുഷ്യൻ സമ്പാദിക്കുന്നത് സ്വന്തം ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുമായിരിക്കും. അതാണ് വ്യത്യാസം. സാധാരണ ലൗകികനെ പോലെ ആർത്തി മൂലമാവില്ല ഭക്തൻ സ്വത്ത് സമ്പാദിക്കുന്നത്. പരിശുദ്ധ ഭക്തൻ എല്ലാം ഭഗവാന് സേവനത്തിന് വേണ്ടി എന്ന നിലയിൽ സ്വീകരിക്കുന്നതാകയാൽ സ്വത്ത് സമ്പാദനത്തിന്റെ വിഷപ്പല്ല് പറിച്ചു മാറ്റപ്പെട്ടിരിക്കും. ഒരു സർപ്പത്തിന്റെ വിഷപ്പല്ല് പറിച്ചു മാറ്റപ്പെട്ട ശേഷം അതൊരു മനുഷ്യനെ ദംശിച്ചാൽ ദുരന്ത ഫലം ഉണ്ടാവില്ല. അതേപോലെ ഭഗവാന് വേണ്ടിയുള്ള സ്വത്ത് സമ്പാദനത്തിൽ വിഷപ്പല്ല് പിഴുതു കളയപ്പെടുന്നതിനാൽ മാരക ഫലം ഉണ്ടാവില്ല. ഒരു പരിശുദ്ധ ഭക്തൻ സാധാരണ മനുഷ്യനെ പോലെയാണ് തുടരുന്നതെങ്കിൽ പോലും ഭൗതികമായ ലൗകിക കാര്യങ്ങളൊന്നും അവനെ ഒരിക്കലും കുടുക്കൽപ്പെടുത്തുകയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓമജ്ഞാനപുണ്യതാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം ശ്രീ ഗുരവേ
ശേഷൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാമിപദാവിദികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപതകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം ജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാ കൃഷ്ണ सहगण ललिता श्री विशाखाम्बिकां हे कृष्णा करुणा सिंधु दीनबंधो जगत्पदे गोपेश गुरु राधा कांदे सप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते नमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे मूगं करोति वाचालं लंकायते गिरि यत्कृपात् श्री गुरु दीनता हरि परमानंदमा श्री चैतन्य ईश्वरम हरे कृष्ण ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കോടി കോടി പ്രണാമം. അപ്പൊ നമ്മള് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത ഇത് രണ്ടും ഭഗവാൻ സ്വയമാണ്. അത് നമ്മള് ശ്രീമദ് ഭാഗവതം വായിക്കും 2:8-5 ശ്രീമദ് ഭാഗവതം നമ്മളെടുത്തിട്ടുള്ള ഒരു ശ്ലോകമാണ്. പ്രവിഷ്ട കർണരന്ധ്രേണ സ്വാനം ഭാവസരോരുഹം ദുനോതി ചമലം കൃഷ്ണ ശൈലസ്യ യഥാശരത് ഒരു ശ്ലോകമാണ്. ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, അതായത് നമ്മുടെ കാതുകൾ വഴി നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. അപ്പൊ ഭഗവാൻ നമ്മുടെ കാതുകൾ വഴി ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഇതെല്ലാം ഭഗവാൻ സ്വയമാണ്. ഭഗവാൻ നമ്മുടെ കാതിലൂടെ പ്രവിഷ്ട കർണരന്ധ്രേണ നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ കാതിലൂടെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കാതിലൂടെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് ഇവിടെ പറഞ്ഞ ഒരു ആങ്സൈറ്റികളും ആകാംക്ഷകളും നമുക്കുണ്ടാവും. ഇപ്പൊ നമുക്ക് ഒരുപാട് ആകാംക്ഷകളുണ്ട്. താവത് ഭയം ദ്രവീണദേഹ സുഹൃന്നിമിത്തം ശോകസ്പൃഹ പരിഭവോ വിപുലശ്ചലോഭാഹ താവൻ മമേതി അസത് അവഗ്രഹ ആർത്തിമൂലം യാവന്നതേംഗ്രീൻ അഭയം പ്രവണീതലോക. അതായത് എല്ലാ സമയവും ഭയത്തിനടിമകളാണ് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത് നമ്മളെ മാതിരികളാണ്. ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ചെന്നൈയിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ വീട് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പൊ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാല് നമുക്കൊരു ഭയമുണ്ട്, വെള്ളം വരുമോ. അതേമാതിരി ഇപ്പോ കേരളത്തിൽ ഭയങ്കര മഴ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കണ്ടു. നമ്മുടെയും ഉള്ളില്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളില് ആ ഭയം ഉണ്ടാവും. മഴ പെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഉരുൾപൊട്ടുവോ, വയനാട്, ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. അപ്പൊ ഭയം നമ്മളിലുണ്ട്. ആർക്കാണ് ഭയമുള്ളത്? ഈ ഭയമുള്ളത് സാധാരണ ജനങ്ങൾക്ക്. സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക്, അവർക്ക് തീർച്ചയായിട്ടും ഭയമുണ്ടാകും. പക്ഷെ നമ്മളെ മാതിരി നമ്മൾ ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട്, അതും ഒരു വലിയ ടേമാണ് കേട്ടോ, ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ജനങ്ങൾക്കുന്നത് ഈവൻ ഭക്തന്മാർക്ക് കൂടി
ചില സമയത്ത് ആ ഒരു ഫുൾ സറണ്ടർ ഉണ്ടാവാറില്ല. എന്നെ മാതിരിയുള്ളവർക്ക് ഒട്ടും ഉണ്ടാവാറില്ല. പൂർണ്ണമായിട്ടും ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ച ഒരു ഉത്തമ ഭക്തന് ഈ ശോകമോഹ ഭയ ഇതൊന്നും ഉണ്ടാവില്ല. അതെല്ലാം പോകും. അത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ക്ഷണപദാം ശ്രദ്ധയാനിത്യം ഗണതസ്ഥ സുശേഷ്ടിതം കാലേന നാദിദീർഘേന ഭഗവാൻ വിഷതേ ഹൃദി. ഭഗവാൻ, നമ്മൾ ഭഗവാനെ കുറിച്ച് കേട്ട് 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 ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കയറിയിരിക്കും. അപ്പൊ അങ്ങനെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഭയമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മള് ക്ലീനായി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള മലങ്ങളെല്ലാം പോയിട്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന മലമെല്ലാം പോയി നമ്മുടെ ഹൃദയം ക്ലിയറായി. നമ്മുടെ ഹൃദയകമലത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഒരു ശ്ലോകം കൂടിയുണ്ട്, ശോകമോഹ ഭയാവഹ. ആ ശ്ലോകം എനിക്ക് ഓർമ്മ വരുന്നില്ല. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും തന്നെയാണ്. അതിന്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല. ശരി, പോട്ട്. അപ്പോ ഈ ശോകം, മോഹം, ഭയം ഇതെല്ലാം ആരിലില്ലാതിരിക്കും? ഭക്തന്മാര് പൂർണ്ണമായിട്ടും ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിച്ചു കഴിഞ്ഞാല് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവർ പൂർണ്ണമായിട്ടും ഭഗവാനിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാനിൽ അഭയം പ്രാപിച്ച വ്യക്തികൾക്ക് ഈ ശോകമോഹ ഭയം ഇതെല്ലാം ഒന്നുമല്ല. ഈ ശ്ലോകം 1.7.7 ആണ് കേട്ടോ ഞാൻ പറഞ്ഞ ശ്ലോകം. എങ്ങനെയാണ്? യസ്യാം വൈ ശ്രൂയമാനായാം കൃഷ്ണേ പരമപൂരുഷേ ഭക്തിരുത്പത്യത്തെ പുംസാം ശോകമോഹ ഭയാപഹ. 1.7.7 ഇമ്പോർട്ടന്റ് ശ്ലോകമാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല് യസ്യാം വൈ ശ്രൂയമാനായാം, അതായത് നമ്മൾ വളരെ ലളിതമായിട്ട് കേൾക്കണം. ആരെ കുറിച്ചാണ് കേൾക്കേണ്ടത്? കൃഷ്ണേ പരമപൂരുഷേ, പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മള് കേൾക്കണം. യസ്യാം വൈ ശ്രൂയമാനായാം കൃഷ്ണേ പരമപൂരുഷേ. ഇങ്ങനെ കേൾക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഭക്തിരുത്പത്യത്തെ പുംസാഹ, ഭക്തി ഉൽപ്പത്തി ഉണ്ടാകുന്നു, ഭക്തിയുടെ ഉൽപ്പത്തി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭക്തി പതുക്കെ പതുക്കെ മുട്ടിട്ട് വരുന്നു. അങ്ങനെ ഭക്തി നമ്മളിൽ വന്നു കഴിഞ്ഞാല് ബ്രഹ്മാവ് പറഞ്ഞ ആ ശോകം, മോഹം ഇതൊന്നും നമ്മളിൽ ഉണ്ടാവില്ല. എന്താ സംഭവിക്കുന്നത്? ശോകമോഹ ഭയാപഹ. ഈ ശോകവും മോഹവും അപഹ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇല്ലാതെ ആയിത്തീരും. ശോക മോഹ ഭയാപഹ. അതിന് നമ്മള് ആ ഭയാപഹ എന്ന് പറഞ്ഞ വേർഡിനെ രണ്ടായിട്ട് ഇതാക്കുമ്പോഴ് ഭയ അപഹ എന്ന് വരും. ഭയ അപഹ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭയത്തെ അത് കെടുത്തിക്കളയും, ഇല്ലാതെയാക്കും. ഇത് ആർക്കാണ്? അതുകൊണ്ടാ പറഞ്ഞത് ഇത് ആർക്കാണ് സംഭവിക്കുക? ഇത് ഭക്തന്മാർക്ക് മാത്രമേ സംഭവിക്കൂ. കാരണം ഭക്തന്മാര്
ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവാന്റെ ലീലകൾ കേട്ട് അവര് ആനന്ദം കൊള്ളുന്നവരാണ് ഭക്തന്മാർ. അണ്ടർലൈൻ ചെയ്തോളൂ. നമ്മളെല്ലാവരും സാധന ഭക്തന്മാരാണ്. നമ്മൾ സാധന ചെയ്ത് 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 അല്ലെ, ഭഗവാന്റെ സാധന ചെയ്ത് 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 നമ്മളും പ്യുവറായി തീരും ഒരു സമയം. അതിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷമ വേണം. ഈ സാധന ചെയ്ത് 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 നമ്മള് ഹൈ ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തേക്കും. അതുവരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യണം. ഇന്ന് തന്നെ കൃഷ്ണാവബോധത്തിൽ വന്നിട്ട് കൃഷ്ണ ഞാൻ ഉത്തമ ഭക്തനായി തീർന്നു, ഇനി എനിക്ക് ശോകവും മോഹവും ഭയവും ഉണ്ടാവാൻ പാടില്ല കേട്ടാ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടി. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തമ ഭക്തന്മാരെ നോക്കേണ്ട കാര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നമ്മളെ മാതിരി അങ്ങനെ പറയുന്നവരുടെ അടുത്തേക്ക് വരാൻ കുറച്ച് മടിക്കും. അങ്ങനെ അദ്ദേഹം വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം അങ്ങനെ വരണമെങ്കിൽ സർവദാം ശ്രദ്ധയാ നിത്യം ഗണതസ്ഥേഷ്ഠിതം. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഭഗവാൻ വരണമെങ്കിൽ വിശ്വാസത്തോടു കൂടിയിട്ട് ഭഗവാന്റെ ചേഷ്ടകളെ കുറിച്ച് മനസ്സിലാക്കണം. സർവദാം ശ്രദ്ധയാ നിത്യം ഗണതസ്ഥേഷ്ഠിതം. ഭഗവാന്റെ ചേഷ്ടകൾ വിവരിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമ്മള് ശ്രദ്ധിക്കണം. സർവദാം ശ്രദ്ധയാ നിത്യം ഗണതസ്ഥേഷ്ഠിതം. അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എങ്ങനെയാണ്? സർവദാം ശ്രദ്ധയാ, വിശ്വാസത്തോടു കൂടിയിട്ട്. നിങ്ങൾ ചോദിച്ചേക്കാം, പ്രഭു ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്, ഞങ്ങൾ ഭഗവാനിൽ 100% വിശ്വസിച്ചിരിക്കുകയാണ്. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസത്തിന്റെ പെർസെന്റേജ് 100 ആയിട്ടില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പെർസെന്റേജ് 100% ആയി കഴിഞ്ഞാല് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. അയ്യോ ഞാൻ ഇത്രയും താണ്ടിയുന്നല്ലോ, ഇപ്പൊ കൃഷ്ണ ഞാൻ ഇങ്ങനെ എത്ര പുസ്തകമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, കൃഷ്ണ ഞാൻ എന്നും 4:30 മണിക്ക് എണീറ്റിട്ട് നാമം ജപിക്കുന്നില്ലേ, എന്തിനാ എനിക്ക് ഈ ദുഃഖം തരുന്നത്, എന്തിനാ എനിക്ക് വിഷമം തരുന്നത്, എന്തിനാ എന്നെ മറ്റുള്ളവർ കുറ്റം പറയുന്നത്? ഈ ഒരു ചിന്ത നമ്മളിൽ വരില്ല. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാല് അവരാണ് യഥാർത്ഥ ഭക്തന്മാർ. അവരൊരിക്കലും കംപ്ലൈന്റ് ചെയ്യില്ല. കാരണം ഇതെല്ലാം ഭഗവാന്റെ അറേഞ്ച്മെന്റ് തന്നെയാണ്. നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം, എന്തേ നല്ല ആളുകൾക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത്? Why bad things happen to good people? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളിൽ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൺവിൻസ് ആകണം. എങ്ങനെ കൺവിൻസ് ആകണം? അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഒരു പക്ഷേ ഭഗവാൻ ഇത് ചെയ്യുന്നത് എന്തിനാണ്? എന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്റെ മനസ്സിനെ വൃത്തിയാക്കാൻ വേണ്ടി, ഹൃദയത്തെ എന്റെ ഹൃദയത്തിലിരിക്കുന്ന മുഴുവൻ അഴുക്കുകളെയും കഴുകിക്കളയാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷെ ഭഗവാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്ത ദൃഢമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. ഈ കംപ്ലൈന്റ് ചെയ്യുന്നത് ഒരു ഭക്തന്റെ ഭൂഷണമല്ല.
സാധിക്കില്ല. നമ്മളെല്ലാവരും ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇപ്പൊ കൂടെ കംപ്ലൈന്റ് ചെയ്യാത്തവരായിട്ടുണ്ടോ? ഉണ്ടാവില്ല കേട്ടോ, ഇൻക്ലൂഡിങ് ഞാൻ. പക്ഷേ ഭക്തിയിൽ പതുക്കെ 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 നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാം ഭഗവാന്റെ, അതായത് ഇതെല്ലാം ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നതാണ്. ഭഗവാൻ അറേഞ്ച് ചെയ്യാതെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വന്നാലും കൃഷ്ണ ഐ ഡോണ്ട് കെയർ. കാരണം എന്താണ്? എനിക്ക് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എങ്ങനെയാണോ പ്രഹ്ലാദ് മഹാരാജന് സ്വന്തം അച്ഛനാണ് കൊല്ലാൻ മുന്നിട്ട് വരുന്നത്. പ്രഹ്ലാദ് മഹാരാജനെ ഒരു കൊടുമുടിയുടെ മേലെ നിന്ന് താഴത്തേക്കിട്ടു, ഒരു പർവ്വതത്തിന്റെ മേലെ നിന്ന് താഴത്തേക്കിട്ടു, തീയിൽ വെച്ച് കത്തിക്കാൻ ശ്രമിച്ചു, പാമ്പുകളുടെ ഇടയിൽ വെച്ച് പാമ്പുകളുടെ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്തു, പാമ്പ് കടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇവിടെ ഒന്നും പ്രഹ്ലാദ് മഹാരാജ് ഭയപ്പെട്ടില്ല. കാരണം എന്താണ്? എന്റെ ഭഗവാൻ എന്റെ കൂടെയുണ്ട്, എന്റെ ഭഗവാൻ എന്റെ കൂടെയുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തില്, ആ ഒരു പൂർണ്ണ വിശ്വാസം നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവ് പറഞ്ഞതുപോലെ, ഇപ്പൊ നമ്മൾ ബ്രഹ്മാവ് പറഞ്ഞ ശ്ലോകമാണ് വായിച്ചത്, താവത് ഭയം ദ്രവിണദേഹ സുഹൃനിമിത്തം. അതായത് നമ്മുടെ സുഹൃത്ത്, നമ്മുടെ റിലേറ്റീവ്സ്, പിന്നെ നമ്മുടെ ദ്രവിണ, നമ്മുടെ വെൽത്ത്, ഇതിനെ കുറിച്ചിട്ടുള്ള ഭയം നമ്മളിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമുക്കൊക്കെ അറിയാം അല്ലേ, അച്ഛന്റെ സമ്പത്ത്, അച്ഛന് സ്വത്തുണ്ട്, ആ സ്വത്തിൽ പാതി എനിക്ക് കിട്ടണം, കിട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിക്ക് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള ഭയം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും. സോറി കേട്ടോ, നിങ്ങൾ ആരും തെറ്റായിട്ട് വിചാരിക്കരുത്. ഞാൻ പറയണത് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതിനൊന്ന് കടുപ്പിച്ചു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭഗവാന്റെ കൈകൾ കാണാൻ സാധിക്കുന്നില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭഗവാന്റെ കൈകളാണ് അതിൽ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് സാധിക്കണം. അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ഭഗവാന്റെ ഇച്ഛയാണെന്ന് കരുതിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ഭയവും ശോകവും മോഹവും ഒന്നും നമ്മളിൽ ഉണ്ടാവും. ഒരു രാജാവ്, അദ്ദേഹത്തിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാജാവും മന്ത്രിയും ഒരുമിച്ചിട്ടാണ് എല്ലായിടത്തും പോവുക. അപ്പൊ ഈ മന്ത്രി എപ്പോഴും പറയും, ഭഗവാന്റെ ഇച്ഛയാൽ ഇന്ന് എനിക്ക് രാജാവിൽ നിന്നും പാരിതോഷികം കിട്ടിയിരിക്കുന്നു, ഭഗവാന്റെ ഇച്ഛയാൽ ഇന്ന് ഞാൻ രാജാവിന്റെ കൂടെ അവിടെ പോയി, രാജാവ് എനിക്ക് ഇത് തന്നു. എന്ത് പറയുമ്പോഴും ഭഗവാന്റെ ഇച്ഛയാണെന്ന് അദ്ദേഹം കൂട്ടുന്നു. അങ്ങനെ ഒരു ദിവസം ഈ രാജാവ് അദ്ദേഹത്തിന് എന്തോ വയ്യായിക വന്നു. അപ്പൊ ഈ ഭക്തൻ പറഞ്ഞു, ഭഗവാന്റെ ഇച്ഛയാൽ രാജാവിന് അസുഖം വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കര ദേഷ്യമുണ്ടായി. ഉടനെ തന്നെ രാജാവ് എന്ത് ചെയ്തു? ഇയാളെ, ഈ മന്ത്രിനെ തുറങ്കിലടയ്ക്കാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജാവിന്റെ അസുഖമെല്ലാം മാറുകയും പൂർണ്ണ ആരോഗ്യവാനായി. അങ്ങനെ അദ്ദേഹം
ഈ മന്ത്രിയില്ല. അത് ഈ മന്ത്രിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മന്ത്രിക്ക് ഓക്കെ, അങ്ങനെയല്ല സംഭവിച്ചത് കേട്ടോ. രാജാവിന് എന്തോ അദ്ദേഹം പഴം കട്ട് ചെയ്യണ സമയത്ത് അദ്ദേഹത്തിന്റെ കത്തി കൊണ്ട് കൈ മുറിഞ്ഞുപോയി, കൈയുടെ ഒരു കഷ്ണം മുറിഞ്ഞുപോയി. അപ്പോഴാണ് ഈ മന്ത്രി പറഞ്ഞത് ഭഗവാന്റെ ഇച്ഛയാൽ രാജാവിന്റെ കൈ കട്ടായി. ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടായത്. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാന്ന് തുറങ്കലിൽ അടയ്ക്കുന്നു. അങ്ങനെ തുറങ്കൽ അടച്ചു കഴിഞ്ഞിട്ട് ഈ രാജാവ് ഈ കൈയിൻ്റെതെല്ലാം ശരിയായിട്ട് അടുത്ത ദിവസം വേറെ ആളുകളുടെ കൂടെ നായാട്ടിന് പോവാണ് വനത്തില്. അങ്ങനെ നായാട്ടിൽ പോയപ്പോഴ് രാജാവ് മറ്റ് ഭടന്മാരിൽ നിന്നും തനിയായി അദ്ദേഹം ഇങ്ങനെ തനിയെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോ കുറെ കള്ളന്മാര് ഇദ്ദേഹത്തിനെ പിടിച്ചിട്ട് കൊണ്ടുപോയി. ഇദ്ദേഹത്തിനെ പിടിച്ച് കൊണ്ടുപോയിട്ട്, അതായത് ഇദ്ദേഹത്തിന് നരബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയ സമയത്ത് ഇദ്ദേഹത്തിനെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് മൂർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പൊ അവിടുത്തെ ഹെഡ് പൂജാരി ഉണ്ട്, ആ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഹെഡ് പൂജാരി. ഇയാള് പറയുന്നുണ്ട് ഞാൻ രാജാവാണ്, ഞാൻ എന്നെ വിടണം, ഞാൻ രാജാവാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരും ശ്രദ്ധിക്കണം. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ രാജാവിനെ അവിടെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുത്തി, ബലിപീഠത്തിലിരുത്തി. അങ്ങനെ ആ ബലി കൊടുക്കുന്ന ആ പൂജാരി വന്നോടെ എന്നിട്ട് അദ്ദേഹം ഈ രാജാവിനെ എന്ത് ചെയ്തു, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കി. അങ്ങനെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തല മുതല് പാദം വരെ അങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വിരലിന്റെ കുറച്ച് ഭാഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പൂർണ്ണനല്ല എന്ന് പറഞ്ഞു. അതായത് ആ ചെറിയ പീസ് കയ്യിൽ നിന്നും കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ കഷ്ണമില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, നരബലി കൊടുക്കാൻ പറ്റില്ല, ബലി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രാജാവിന് അവിടെ നിന്നും പറഞ്ഞയക്കും. അങ്ങനെ രാജാവ് തിരിച്ചു വന്നിട്ട് അത് മന്ത്രിയോട് പറയുന്നുണ്ട്. ആ കാരാഗ്രഹത്തിൽ അടച്ചിരുന്ന മന്ത്രിയോട്, ഞാൻ നായാട്ടിന് പോയി, എന്നെ അവര് വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മന്ത്രി പറഞ്ഞു, ഭഗവാന്റെ ഇച്ഛയാൽ ഞാനും രക്ഷപ്പെട്ടു എന്ന്. അപ്പൊ ഇയാൾ ചോദിച്ചു, അതെന്തേ അങ്ങനെ പറഞ്ഞാണ്? അല്ല, എപ്പോഴും ഞാൻ അങ്ങയുടെ കൂടെ തന്നെ നിഴല് പോലെ ഉണ്ടാവാറുണ്ട്. അങ്ങയെ കൊണ്ടുപോയത്, അതായത് ഞാനും അങ്ങയുടെ കൂടെ നായാട്ടിന് വരികയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒന്നായിട്ടാണ് യാത്ര ചെയ്യുള്ളൂ. അപ്പോ അങ്ങയെ പിടിച്ചു കൊണ്ടുപോയത് നമ്മൾ രണ്ടുപേരെയും പിടിച്ചു കൊണ്ടുപോകും. അങ്ങയുടെ കയ്യിൽ കഷ്ണം പോയത് കൊണ്ട് അങ്ങയെ വെറുതെ വിടും, പക്ഷെ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കും, എന്നെ കൊന്നുകളയും. അതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയാലാണ് എന്ന് പറഞ്ഞപ്പോഴ് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ രാജാവ് ആ മന്ത്രിയെ തുറന്നത്. അപ്പൊ ഇതേമാതിരി നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാവും. അല്ലെങ്കിൽ നമുക്ക് ഈ മോഹഭയം എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും മനസമാധാനം എന്ന് പറഞ്ഞ ഒന്നുണ്ടാവില്ല. നമുക്ക് ഭക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീണ്ടും 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 ഈ കഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ഭഗവാന്റെ ഇച്ഛയാൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ സംഭവിക്കും എന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അല്ലെ, ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. ശരിയാ, കലാമാതാജിയോട് ചോദിക്കാം. കലാമാതാജി എപ്പോഴാണ് വൃന്ദാവനത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭു.
എപ്പോഴാണ് ഇനി വൃന്ദാവനത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത്? ആഗ്രഹമുണ്ട് പ്രഭു. ഭഗവാൻ ആ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ പറയാണ്, ഞാനൊരു ദിവസം എന്റെ ഗുരുനാഥനോട്, ഞങ്ങള് ചെന്നൈയിൽ നിന്ന് കുറച്ച് ഭക്തന്മാര് ഞങ്ങളിടയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ഞങ്ങൾ ഒരു പ്രാവശ്യം ദ്വാരകയിലേക്ക്. അപ്പോ എനിക്ക് ദ്വാരക അറിയാം, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ദ്വാരകയിൽ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്റെ മഹാരാജിനെ വിളിച്ചു. മഹാരാജ് ഉണ്ടായിരുന്നു ആ സമയത്ത്. മഹാരാജിനെ വിളിച്ചിട്ട് പറഞ്ഞു, മഹാരാജ് ഞങ്ങള് ദ്വാരകയിലേക്ക് വരുന്നുണ്ട്, വരുമ്പോ ഞങ്ങൾ രാജ്കോട്ടിലും താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജ് പറഞ്ഞു, ആ വരൂ, എല്ലാം അറേഞ്ച് ചെയ്യാമെന്ന് മഹാരാജ് പറഞ്ഞു. മഹാരാജ് അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി റൂം അദ്ദേഹം പറഞ്ഞിട്ട്, എന്റെ ഗോഡ് ബ്രദേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, മറ്റു ഭക്തന്മാരോട് പറഞ്ഞിട്ട് അത് അറേഞ്ച് ചെയ്തു തന്നു. ഇതെല്ലാം പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തി. മഹാരാജ് ഞങ്ങൾ ദ്വാരകയെല്ലാം പോയി കണ്ടതിന് ശേഷം തിരിച്ച് രാജ്കോട്ടിൽ വന്നപ്പോൾ അവിടെയാണ് എന്റെ മഹാരാജ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ മഹാരാജ് അവിടെ ഇരുന്നിരുന്നു. ഞങ്ങൾ രാവിലെയാണ് എത്തിയത്. പുലർച്ചെ ഏകദേശം 2:30-3 മണിയായി ഞങ്ങളവിടെ എത്തുമ്പോൾ മഹാരാജ് പറഞ്ഞു, എല്ലാവരും കുളിച്ചു വരി, നമുക്ക് മംഗളാരതി അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് വന്നു. ഇങ്ങനെ മഹാരാജ് ഭാഗവതം ക്ലാസ് തുടങ്ങി. ഇങ്ങനെ ഭാഗവതം ക്ലാസ് തുടങ്ങിയിട്ട് അതില് ഭഗവാന്റെ ലീലകളെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കണം. ഭഗവാന്റെ വിശ്വസ്തന്മാരായിട്ടുള്ള ഭക്തന്മാരെ കുറിച്ച് വിവരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാരാജ് പറഞ്ഞു, ഇതില് ഇരിക്കുന്ന അരിസൂദൻ എന്ന് പറയുന്ന ആ റാസ്കല് എന്നോട് പറയുകയാണ്, മഹാരാജ് ഞാൻ വരുന്നു രാജ്കോട്ടിലെന്ന്, ഞാൻ വരുന്നു ദ്വാരകയിലെന്ന്. ഇതെങ്ങനെയാണ് പറയുക? ഒരു ഭക്തൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക? ഞാനെന്ന് പറഞ്ഞപ്പോ അവിടെ എന്തുണ്ടായി? അഹന്ത വന്നു, ഞാൻ വരുന്നു എന്ന്. അങ്ങനെയല്ല പറയേണ്ടത്. അവൻ പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാരാജ് ഈ കൃഷ്ണ വെല്ലെ ഭഗവാന്റെ ഇതിലേക്ക് വരുന്നു, ഇങ്ങനെയാണ് പറയേണ്ടത്. ഇഫ് കൃഷ്ണ വില്ലിംഗ് ഐ എം കമ്മിങ്, ഇഫ് കൃഷ്ണ വില്ലിംഗ് ഐ എം ഡൂയിങ്, ഇഫ് കൃഷ്ണ വില്ലിംഗ് ഞാൻ. ഇപ്പൊ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും പറയുകയാണ്, നിങ്ങളെല്ലാവരും കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം ഇസ്കോണിലേക്ക് വരണം, അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയണത്? ഇഫ് കൃഷ്ണ വില്ലിംഗ്. ഇപ്പോ പൈതൽ പ്രഭു ചോദിക്കുകയാണ്, ആരൊക്കെ വരുന്നു കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ പറയേണ്ട ആൻസർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രഭു ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നമ്മൾ പോകാതെ ഭഗവാന്റെ ഇച്ഛയെന്ന് പറഞ്ഞിരിക്കരുത്. അതായത് ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ പ്രഭു ഞാൻ വരുന്നുണ്ട്. ഭഗവാൻ സാങ്ഷൻ ചെയ്യാതെ നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുമ്പോഴും അതിൽ ഭഗവാന്റെ കൈയുണ്ടെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് പറയണം. അപ്പോ ആരും, ഇപ്പോ കലാമാതാജി പറഞ്ഞതുപോലെ ആഗ്രഹമുണ്ട്, ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ പോകണം. ഇതായിരിക്കണം നമ്മൾ എന്തും. ഇപ്പൊ ഭൗതികമായിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലേക്ക് ഒരാൾ വിളിക്കുകയാണ്, എന്തേ ഇന്ന് ലീവാണോ, സമയമായല്ലോ, എന്തേ എത്താച്ചത്? അപ്പൊ നിങ്ങൾ പറയേണ്ടത്, ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ ഞാൻ വരും, ഞാൻ ഇപ്പൊ തന്നെ വരും. അല്ലാതെ ഐ ആം കമ്മിങ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കൃഷ്ണ കോൺഷ്യസ്നെസ് അല്ല, കൃഷ്ണാവബോധത്തിലല്ല നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മൾ സദാസമയം കൃഷ്ണാവബോധത്തിൽ, അതായത് 24 മണിക്കൂർ നേരവും കൃഷ്ണാവബോധത്തിൽ ഇരിക്കണം. അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഈ ശോകമോഹ ഭയങ്ങളെല്ലാം ഇല്ലാതെയാവുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ കഴിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിച്ചുവെങ്കിൽ നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്നു എന്നർത്ഥം. അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, പ്രിയ ഭക്തജനങ്ങളെ, നിങ്ങൾ
ഭക്തിയുടെ അടുത്ത വേണ്ട, എല്ലാം ഭഗവാന്റെ കൈകള്, എല്ലാം സംഭവിക്കുന്നത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാല് നമ്മൾ ഭക്തിയുടെ അടുത്ത തലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അല്ല എന്തേ 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 എന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മള് ഭക്തിയിൽ മുന്നേറിയിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം നമ്മളെല്ലാവരും ഇത് എന്റെ ഭർത്താവാണ്, എന്റെ വീടാണ്, എന്റെ മക്കളാണ്, എല്ലാം ഐ ആൻഡ് മൈൻ, ഞാൻ എന്റെ എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ സാധ്യമല്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീടുകളുണ്ട്. ഭക്തി വിനോദ് ഠാക്കൂർ ഒരു ആചാര്യനാണ് നമ്മുടെ സമ്പ്രദായത്തില്. ഈ ഭക്തി വിനോദ് ഠാക്കൂറിന്റെ വീട് അദ്ദേഹം സദാസമയം പറയുന്നത് എന്റെ വീട് വൃന്ദാവനമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ വീട്ടില് ഭഗവാന്റെ മൂർത്തികളുണ്ട്. സദാസമയവും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ കഥകളും പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ. അപ്പൊ എവിടെയെല്ലാം ഭഗവാനെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുവോ ആ സ്ഥലം വൃന്ദാവനമാണ്. ഇതാണ് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പൊ നമ്മുടെ വീട്ടിലും ഒരു മൂർത്തി ഉണ്ടെങ്കിൽ, ഇനിയിപ്പോ നമ്മുടെ വീട്ടിൽ മൂർത്തിയിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിലും അവിടെ ഭഗവാനെ കുറിച്ച് ചർച്ച നടത്തുകയാണെങ്കിൽ അത് വൃന്ദാവനമാണ്. ഭഗവാന്റെ ചർച്ച ഇല്ലാത്ത സ്ഥലം അത് ഏതാണ് സ്ഥലം? ആ സ്ഥലത്തിന്റെ എന്താ പ്രഭു? നരകമല്ല, അതിന് പ്രത്യേക നരകവും ശരി തന്നെയാണ്. അതിന് പ്രത്യേക വേർഡ് പറയും, കുരുക്ഷേത്രം എന്ന് പറയും. അതായത് ഭഗവാന്റെ ചിന്തകളില്ലാത്തൊരു സ്ഥലം. ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ തന്നെ നോക്കിക്കോളൂ, നമ്മള് ഭഗവത് ഭക്തന്മാരുടെ വീട്ടിൽ ഈ വഴക്കുകളൊക്കെ കുറച്ച് കുറവാണ്. ഭഗവാൻ ഇല്ലാത്ത വീട്ടിൽ നോക്കൂ, അവിടെ എപ്പോഴും അടിയാണ്. കുരുക്ഷേത്രത്തിൽ നടന്ന മാതിരി എപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വീട് വൃന്ദാവനമാക്കണമോ കുരുക്ഷേത്രമാക്കണമോ അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഭക്തി വിനോദ് ഠാക്കൂർ പറഞ്ഞത്, അതായത് അദ്ദേഹം ചെയ്തതുപോലെ നമ്മൾ നമ്മുടെ വീടിന്, അദ്ദേഹം ആചാര്യനാണോ, അദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വീടും വൃന്ദാവനമാവും. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ആഡ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് വേറൊരു അതെന്താ വെച്ചാ, നമ്മളെ ഈ ഹോളിക പ്രഹ്ലാദിനെ തീയിലിടില്ല, അപ്പൊ ഹോളിന്റെ മടിയിൽ നല്ല കത്തിക്കുന്നത്. അപ്പൊ ഹോളിക്ക് ഒരു വരട്ടിട്ടുണ്ട് പറയുന്നല്ലോ, അങ്ങനെ മരിക്കില്ല എന്ന്. അതുകൊണ്ടാണല്ലോ അതിന്റെ മടിയിലിട്ടിയത്. പക്ഷെ മരിക്കില്ല എന്ന് ഒരാൾക്കും വരം ഇല്ല. ഈവൻ ഹിരണ്യകശിപു ഞാൻ മരിക്കരുത് എന്നുള്ള വരമാണ് ചോദിച്ചത്. പക്ഷെ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് മരണമുണ്ട്, അപ്പൊ നിനക്കെങ്ങനെ എനിക്ക് ആ വരം തരാൻ സാധിക്കുക എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ച് ക്രൂക്കഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇത് സംഭവിക്കരുത്, ഇത് സംഭവിക്കരുത്, ഇത് സംഭവിക്കരുത് എന്നുള്ള ആ ഒരു വരം വാങ്ങിച്ചത്. അപ്പൊ ഹോളിക കത്തിപ്പോയില്ലേ, അതുകൊണ്ടാ ചോദിച്ചു. അപ്പൊ വേണം പറഞ്ഞിട്ട് അതിന്റെ അമ്മായിയെ കൊല്ലുവോ, എന്താ ഉണ്ടായിന്ന് എനിക്ക് അതൊന്നും അറിയണേ. അതായത് ഹോളിക എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഹ്ലാദനെ മടിയിലിരുത്തിയിട്ട് പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതായത് ആ ഹോളിക തീയിലിരുന്ന് കഴിഞ്ഞാൽ മരിക്കില്ല എന്നുള്ളൊരു വരം കിട്ടിയിരുന്നു. അതാ ചോദിച്ചാ, അതാ പറഞ്ഞു. പക്ഷെ അവിടെ ഈ വരങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ
ഒരു ഉത്തമ ഭക്തനെ മടിയിലിരുത്തി കഴിഞ്ഞാൽ, അതായത് ഹോളിക പറഞ്ഞിട്ട് ഞാൻ തീയിൽ ഇരുന്നാൽ മരിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. വെച്ചാൽ ഉത്തമ ഭക്തൻ ആരെങ്കിലും വന്നിട്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നാശം സംഭവിക്കും. അതായത് ഒരു ഉത്തമ ഭക്തനെ കൊല്ലാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉത്തമ ഭക്തനെ കഷ്ടപ്പെടുത്താൻ ആര് ശ്രമിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു ലൂപ്പ്, അതായത് ആ വരത്തിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. ഉത്തമ ഭക്തന്മാർ, അതായത് ഭഗവാന്റെ ഭക്തന്മാരെ കഷ്ടപ്പെടുത്തരുത് എന്ന്. അപ്പൊ ഇവരെന്താ ചെയ്തത്? ഇവര് ഭഗവാന്റെ ഉത്തമ ഭക്തനായിരുന്നു പ്രഹ്ലാദ് മഹാരാജ്. ആ പ്രഹ്ലാദ് മഹാരാജിനെ കൊല്ലാനാണ് ശ്രമിച്ചത്. ആ ലൂപ്പ് ഹോൾ വെച്ചിട്ടാണ് ഹോളിക മരിച്ചുപോയത്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. हरे कृष्णा प्रभु जी, दंडवत प्रणाम। प्रणाम प्रभु।